1000 തവണ ഏത് കഠിന പാപവും ദൈവം ക്ഷമിക്കുമെന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥം ഇതായിരിക്കെ, ഈ മതഗ്രന്ഥം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, സന്ദേഹങ്ങൾക്കോ സംശയങ്ങൾക്കോ സാധ്യത തരാത്ത വിധം ഈ ബൈബിൾ പറയുന്നു, ക്ഷമിക്കില്ല, ക്ഷമിക്കില്ല. ആരോട്? ഒരു 10,000 തവണ നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും മഞ്ഞ പോലെ വെളുപ്പിക്കാം. നിന്റെ അകൃത്യങ്ങൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തൂത്തെറിയും എന്ന് പറഞ്ഞ ഈ വചനഗ്രന്ഥം ഒരു സന്ദേഹത്തിനും പഴുത് നൽകാത്ത വിധം എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ട് ഈ വചനഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു, ക്ഷമിക്കില്ല. God will never forgive, never ever forgive. ഇന്ന് ഈ വചനം പറയുമ്പോൾ നീ കാതടയ്ക്കരുത്. ഒരുപക്ഷെ ഇത് കർത്താവ് നിന്റെ മനസാക്ഷിയോട് പറയാൻ ഉപയോഗിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും ഇത്. ഇനി ഒരുപക്ഷെ ഇത് കേൾക്കാനുള്ളൊരവസരം നിനക്കുണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോകരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇതെനിക്കുള്ളതല്ല എന്ന് വിചാരിക്കരുത്. ഇനി ഇത് കേൾക്കാൻ ചിലപ്പോൾ ഒരവസരം ഉണ്ടായിന്ന് വരില്ല. മരണമെന്ന് പറയുന്നത് ശാരീരിക മരണം മാത്രമല്ല, ആത്മാവിന് മരണമുണ്ട്. മാരക പാപത്തിൽ നാം കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. ആ ആത്മാവിന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. എല്ലാ പാപത്തിനും ഒരാകർഷണ ശക്തിയുണ്ട്. കുറ്റം പറയാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്, പറഞ്ഞു കഴിയുമ്പോൾ നല്ല സുഖം, കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ഇറ്റ്സ് മൊമെന്ററി, ഇറ്റ്സ് ഫോർ ദ ടൈം ബീയിങ്, ഇറ്റ്സ് ടെമ്പററി. അങ്ങനെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് പോയി പാപത്തിൽ വീഴുന്നവരുണ്ട്. ഷുഗർ കോട്ടഡ് ആണ് പാപം. എപ്പോഴും ഓർത്തിരിക്കണം, തീരാ ദുഃഖങ്ങൾ മറച്ചു പിടിച്ചാണ് പാപം അതിൻ്റെ പുറമെയുള്ള പഞ്ചസാരയെ നമ്മുടെ മുമ്പിൽ കാണിച്ചത്. മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, വ്യഭിചാരം, അവിഹിത ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, പുകവലി, അക്രമം, കള്ളത്തരം, അഴിമതി, കൈക്കൂലി, അത്യാഗ്രഹം, പിടിച്ചുപറി, അതിരുമാന്തല്, വഴക്കുണ്ടാക്കല്, എല്ലാത്തിനകത്തും ആദ്യം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ അത് കാത്തുവെക്കുന്നത് കങ്കാള വിഷം. നമ്മുടെ മനസ്സ് പാപം ചെയ്യാൻ ഒരു 100,000 ന്യായങ്ങൾ കണ്ടെത്തും. അതായത് ഇന്റലക്ച്വലാണ് ഈ സാധനം. അതായത് പാപം നമ്മുടെ അകത്തേക്ക് പിശാച് കുത്തിവെക്കുന്നത്, ഈ പാപം ചെയ്താൽ നിനക്ക് ഇതെല്ലാം കിട്ടും, ഇതെല്ലാം കിട്ടും, ഇതെല്ലാം കിട്ടുമെന്ന് കുറേ യുക്തി, കുറേ ന്യായം പാപം നമുക്ക് പറഞ്ഞു തരും. നീ ഈ പാപം ചെയ്യടാ, ഈ പാപം ചെയ്താൽ നിനക്ക് ഇതെല്ലാം കിട്ടും. പാപം പാപിയെ കാത്തിരിക്കുകയാണ്. ഏത് പാപം? എല്ലാ പാപവും അല്ല. നമ്മൾ ചെയ്തിട്ട് നമ്മൾ അനുതപിച്ച് തിരുത്താതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ് നമ്മളെ നശിപ്പിക്കാൻ.